കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെ അവിടെ നിന്നു പലായനം ചെയ്ത ബ്രാഹ്മണർ സ്ഥാപിച്ചതാണ് ഈ പുണ്യപുരാതന ക്ഷേത്രം. കരാട എന്ന സ്ഥലത്തു നിന്നുള്ളവരായതുകൊണ്ട് ഇവർ പിൽക്കാലത്ത് കരാട ബ്രാഹ്മണർ എന്നറിയപ്പെടുന്നു. മധുവാഹിനി പുഴയോരത്ത് കിഴക്കുഭാഗത്തേക്ക് അഭിമുഖീകരിച്ചാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അന്നപൂർണേശ്വരിയായ ദുർഗാദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇത് ശ്രീചക്രസഹിതമായ ദർപ്പണബിംബമാണ്. സത്യനാരായണ സ്വാമിയുടെ സന്നിധിയും ക്ഷേത്രത്തിലുണ്ട്. എതിർവശത്ത് നമസ്കാര മണ്ഡപം ഉൾക്കൊള്ളുന്ന വിധത്തിൽ ചുറ്റമ്പലവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തുതന്നെ വടക്ക് ഭാഗത്ത് ജടാധാരി തെയ്യത്തിൻ്റെ സാന്നിധ്യവുമുണ്ട്. പ്രധാന പ്രവേശനത്തിൽ ഇരുവശങ്ങളിലുമായി പഴയ രാജഗോപുരത്തിൻ്റെ കീഴിൽ വിശ്രമ മണ്ഡപവും നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്താണ് അഗ്രശാല. അതിന് അപ്പുറത്തായി മധുവാഹിനി നദിയുടെ തീരത്ത് സ്നാനഘട്ടം കാണാം. അവിടെ തന്നെ ഒരു ആൽത്തറയിൽ നാഗപ്രതിഷ്ഠയുമുണ്ട്. സത്യനാരായണ ഭട്ടാണ് ക്ഷേത്രം ട്രസ്റ്റി. നവരാത്രി ദിവസങ്ങളിൽ നിരവധി ഭക്തർ എത്തുന്ന ക്ഷേത്രം കൂടിയാണ് മല്ലം. നവരാത്രി ദിവസങ്ങളിൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും നവമി ദിവസം ചണ്ഡികാ ഹോമവും ഇവിടെ നടക്കാറുണ്ട്. കർണാടകയിൽ നിന്നും നിരവധി ഭക്തരാണ് ദിവസവും ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയും അന്നപ്രസാദം നൽകുന്നു. വിശേഷ ദിവസങ്ങളിൽ വിശേഷാൽ പൂജയും നടക്കും. കാസർഗോഡ് ടൗണിൽ നിന്നും ചെർക്കള വഴി 14 കിലോമീറ്റർ ദൂരമാണ് മല്ലം ക്ഷേത്രത്തിലേക്കുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ക്ഷേത്രം വരെ പോകുന്ന ബസ് സർവീസുകളും ഉണ്ട്. ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിൽ ഇവിടെ നടക്കുന്ന വാർഷിക ഉത്സവം ഒരു പ്രധാന ആകർഷണമാണ്. 7 ദിവസം നീണ്ടു നിൽക്കും ഇവിടുത്തെ ഉത്സവം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര പരിസരം ഭക്തരാൽ തിങ്ങി നിറയും. സമൃദ്ധമായ ഭാവിയും സന്തോഷകരമായ ജീവിതവും തേടി അവർ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. വർഷം മുഴുവനും ആയിരക്കണക്കിന് തീർത്ഥാടകർ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവിടെ തടിച്ചുകൂടുന്നു. കാസർഗോഡ് ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. മറ്റൊരു കാഴ്ചയും വിശേഷവുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.